പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ധന്യമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങൾക്കേവർക്കും എൻ്റെ ക്രിസ്തീയ അഭിവാദ്യങ്ങളെ അറിയിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, പ്രതിസന്ധികൾ ഇല്ലാത്തതല്ല ക്രിസ്തീയ ജീവിതം എന്നുള്ളത്. നോക്കൂ, കർത്താവുള്ള പടകിലും ഇല്ലാത്ത പടകിലും കാറ്റടിപ്പാൻ ഇടയായിത്തീരും. എന്നാൽ യേശു ഇല്ലാത്ത പടക് കാറ്റടിച്ച് തകർന്നു പോകുമ്പോൾ യേശു ഉള്ള പടക് കാറ്റിനെയും കടലിനെയും വകഞ്ഞു മാറ്റി അത് തൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് ചെന്നു ചേരുന്നത് നമുക്ക് കാണുവാൻ കഴിയുവാനിടയായിത്തീരും. പ്രിയമുള്ളവരെ, പലപ്പോഴും പറഞ്ഞിട്ടില്ലേ, എൻ്റെ പ്രതികൂലത്തിൽ കർത്താവിനോട് കൂടെയുണ്ടോ? കർത്താവ് എൻ്റെ പ്രതിസന്ധികളെ കാണുന്നില്ലേ? ഞാൻ ഉഴലുന്നത് കർത്താവ് നീ അറിയുന്നില്ലേ എന്നൊക്കെ ചോദിച്ചില്ലേ? തകർന്നു പോകേണ്ടതായിരുന്നു കേട്ടോ ആ പ്രതിസന്ധിയുടെ നടുവിൽ. അതെ, ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടേണ്ടതായിരുന്നു കേട്ടോ. ആ പ്രതികൂലത്തിൻ്റെ നടുവിൽ കാറ്റടിച്ച് പടക് തകരുമെന്ന് തോന്നിയപ്പോൾ ജീവിതമാകുന്ന പടകിൽ ഇപ്പോഴും നീ ജീവനോടെ നിൽക്കുന്നതിൻ്റെ കാരണം പോലും ആ നാഥൻ നിൻ്റെ പടകിലുള്ളത് കൊണ്ട് തന്നെയാണ്. സ്നേഹിത, നിൻ്റെ പ്രതിസന്ധികളുടെ നടുവിൽ അവൻ നിന്നോട് കൂടെയുണ്ട്. നിൻ്റെ തകർച്ചയുടെ വക്കിൽ അവൻ നിന്നോട് കൂടെയുണ്ട്. അതിൻ്റെ നടുവിൽ നിന്ന് നിന്നെ ഉയർത്തുന്ന ദൈവമാണ്. കാറ്റിനെയും കടലിൻ്റെയും മേലിൽ അധികാരമുള്ള ദൈവത്തിന് മുമ്പിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് നിൻ്റെ പ്രശ്നങ്ങളെ ആ അധികാരമുള്ള ദൈവത്തിൻ്റെ കരുത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. ലക്ഷ്യസ്ഥാനത്തെത്തുവോളം അവൻ നിന്നോട് കൂടെ ഉണ്ടാകും. അവൻ നിന്നോട് കൂടെ ഇരിക്കും. അവൻ നിന്നെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കും. അതെ, സർവശക്തനായ ദൈവത്തോടൊപ്പം സഞ്ചരിപ്പാൻ ദൈവം നിങ്ങളെ ഏവരെയും സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഗോഡ് ബ്ലെസ് യു.